എല്ലാ കൂട്ടുകാർക്കും ദേവ്താര വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റീൽ ഡോറുകളെ കുറിച്ചുള്ളതാണ്. സ്റ്റീൽ ഡോറുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റീൽ ഡോറുകളല്ല, വുഡൻ ഫിനിഷിലുള്ള സെക്യൂരിറ്റി ഡോറുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത്തരം ഡോറുകൾ താരതമ്യേന മരത്തിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40% to 60% വരെ ലാഭകരമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത്തരം ഡോറുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വുഡ് ഫിനിഷിലുള്ള ഡോറുകളുടെ നിർമ്മാണത്തിനായി മൈൽഡ് സ്റ്റീല്, ഗാൽവനൈസ്ഡ് അയൺ അഥവാ GI ഷീറ്റ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. 0.5 mm to 1.2 mm വരെ തിക്നെസ് ഉള്ള ഇത്തരം ഷീറ്റുകൾ ഒരു ഹൈഡ്രോളിക് പാനൽ എംബോസിംഗ് മെഷീനറിയുടെ സഹായത്തോടുകൂടി വ്യത്യസ്തങ്ങളായ ഡിസൈനുകളിൽ പ്രസ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത ഈ പാനലുകളിൽ ലോക്കുകൾക്കും ഹിഞ്ചസിനും ആവശ്യമായ ഹോളുകൾ മറ്റൊരു ഹൈഡ്രോളിക് മെഷീന്റെ സഹായത്തോടുകൂടി പഞ്ച് ചെയ്യുന്നു. പിന്നീട് ഈ ഷീറ്റുകളുടെ വശങ്ങൾ മറ്റൊരു സൈഡ് ബെൻഡിങ് മെഷീനറിയുടെ സഹായത്തോടുകൂടി ബെൻഡ് ചെയ്തെടുക്കുന്നു. ഇതിനുശേഷം വെൽഡിംഗ് വർക്കുകൾ, ഹണികോം ഫില്ലിംഗ്, ഡോർ ഫ്രെയിം മേക്കിംഗ് എന്നിവ ചെയ്യുന്നു. ഫയർ റേറ്റിംഗ് കപ്പാസിറ്റി കൂടിയ സ്റ്റീൽ ഡോറുകളിൽ ഇൻഫില്ലിങ്ങിനായി ഹണികോം പേപ്പറിന് പകരം റോക്ക് വൂളാണ് ഉപയോഗിക്കുന്നത്. ഡോറിൻ്റെയും ഡോർ ഫ്രെയിമിൻ്റെയും വെൽഡിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം പൗഡർ കോട്ട് ചെയ്യുന്നതിനായി അടുത്ത സെക്ഷനിലേക്ക് മാറ്റുന്നു. പൗഡർ കോട്ട് ചെയ്തെടുത്ത ഈ ഡോറുകളുടെയും ഫ്രെയിമുകളുടെയും പുറത്ത് വുഡ് ഗ്രെയിൻസ് ലഭിക്കുന്നതിനായി പെയിന്റിന് പകരം ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ലാമിനേഷൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഈ ലാമിനേഷൻ കഴിയുന്നതോടുകൂടി ഡോറുകൾ ഷിപ്പിങ്ങിന് തയ്യാറാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ശരത് കുമാർ സൈനിങ് ഔട്ട്.